ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത് രാവിലെ തന്നെ ഞാൻ ആരോ ബേബീനെയും കൊണ്ട് വാക്കിന് ഇറങ്ങിയതാണ്. രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം മച്ചാനെയും കൊണ്ട് ഞാൻ വേഗം തന്നെ വാക്കിന് ഇറങ്ങിയതാണ്. ഇന്നത്തെ ഈ വ്ളോഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, കാലിക്കറ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സായിട്ട് ഔട്ടിംഗ് ആണ്. ആരോ ബേബി സൂസ് ഒഴിച്ച് കഴിഞ്ഞോ? ആരോ ബേബീൻ്റെ കഴിഞ്ഞപ്പോൾ ഇതേ അടുത്തത് ബോനെ ഇറക്കിയിട്ടുണ്ട്. ചേട്ടൻ്റെ വീട് പണിയൊക്കെ ഉള്ളത് കൊണ്ട് ഗേറ്റ് ഇത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചതാണ്. പിന്നെ ഇത് ആ സൈഡിൽ ഗേറ്റേ ഇല്ല, ഫുള്ള് മതിലെല്ലാം പൊളിച്ചിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെപ്പോഴും ഇങ്ങനെ ലീഷിൽ തന്നെ കൊണ്ടു നടക്കണം. ഇല്ലെങ്കിൽ നേരെ അവരിതേ ഓടിയിട്ട് ഇതേ റോട്ടിലേക്കാണ് പോവുക. ഈ ഒരു റോട്ടിൽ കൂടെ ഓട്ടോയും ബൈക്കും കാറും ഒക്കെ പോകുന്നതാണ്. അതായത് ചെറിയ വണ്ടികളാണെങ്കിലും എപ്പോഴും പോകുന്നതാണ്. അപ്പോൾ ഒട്ടും സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെപ്പോഴും ഇതുപോലെ ലീഷിൽ വേണം കൊണ്ട് നടക്കാൻ. ഈ മതിലെല്ലാം പൊളിക്കുന്നതിൻ്റെ മുന്നേക്ക് ഇവർ ഫുള്ള് ഇവിടെ ഓഫ് ലീഷ് ചെയ്യുന്നു. പക്ഷെ വേഗം സൂസ് ഒഴിച്ചേ, ബാ 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 വേഗം സൂസ് ഒഴിക്കേ. ചേട്ടൻ്റെ വീട് പണി നടക്കുന്നിടത്ത് തന്നെ പോയി സൂസ് ഒഴിച്ചോ കേട്ടോ. പിള്ളേരുടെ വോക്കും ഫുഡ് കൊടുക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് വീട് കുറച്ച് ക്ലീൻ ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ക്ലീനിങ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പുറത്തു പോകുന്നത്. ആരതിന്നും അമൃത എന്നുമാണ് അവരുടെ പേര്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ കാലിക്കറ്റിൽ വരുമ്പോഴൊക്കെ എപ്പോഴും അവരെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് അവരുടെ കൂടെ പുറത്തു പോകുന്നത് വെച്ചാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് പുറത്തു പോകും, ഫുഡ് എന്തെങ്കിലും കഴിക്കും, കുറച്ച് നേരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കും, നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി. അമൃത ഇവിടെ കാലിക്കറ്റ് അരൂഹയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ആരതി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആരതി ലീവിന് വന്നതാണ്. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പോയിട്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിള്ളേരുടെ കൂടെ പുറകെ രാവിലെ ഓടിയിട്ട് എനിക്ക് വിശക്കുക. കാരണം ഞങ്ങൾ സാധാരണ പോകുന്ന റൂട്ടിൽ കൂടിയല്ല ഇന്ന് ബോനിയും കൊണ്ട് ഞാൻ വാക്കിന് പോയത്. അതിലെ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ടപ്പോൾ ഞാൻ കുറച്ചൊരു ഇടവഴി എടുത്ത് വേറെ റൂട്ട് കൂടിയൊക്കെയാണ് പോയത്. ഇന്ന് ബോനി ആരോനെയും കൊണ്ട് കുറച്ചധികം നടന്നു. അപ്പോൾ ഞാൻ പോയിട്ട് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മമ്മി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. എൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിൽ എപ്പോഴും കാണുന്നൊരു ഡിഷാണ് പുട്ട്. പുട്ടുണ്ടാക്കാനും ഭയങ്കര ഈസി അല്ലേ. പിന്നെ അതേപോലെ എനിക്ക് പുട്ടിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ളത് പഴം മീൻകറിയാണ്. എനിക്ക് മീൻകറിയാണ് കൂടുതലും ഇഷ്ടം. പക്ഷേ മീൻകറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പുട്ടിൻ്റെ കൂടെ പഴം കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പുട്ട് മമ്മി ഉണ്ടാക്കുന്ന സമയത്ത് പഴം കൂട്ടിയിട്ടാണ് കഴിക്കുക. വേറെ കടലക്കറി ചെറുപയർ കറി അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയൊരു ട്രൈപോഡാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനാണെങ്കിലും വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ട്രൈപോഡ് വേണമായിരുന്നു. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഒരു 2000 രൂപ അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ നല്ല ട്രൈപോഡാണ് കേട്ടോ. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ലൊരു ട്രൈപോഡാണ്. സാധാരണ ഞാൻ യൂസ് ചെയ്യാറ് അജയുടെ ക്യാമറ വെക്കുന്ന ട്രൈപോഡാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ട്രൈപോഡാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആരോനെ ഒന്നുകൂടി പുറത്തിറക്കിയതാണ്. കാരണം ആരോയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തൂടെ നടക്കണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇടയ്ക്ക് ഇതുപോലെ റോട്ടിലേക്ക് ഓടിപ്പോവാനൊക്കെ നോക്കും. അപ്പം ഞാനിവിടെ അവൻ്റെ കൂടെ തന്നെ നിൽക്കും. കാരണം കണ്ണൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചെക്കനപ്പം റോട്ടിലേക്ക് ഓടിപ്പോകും. പിന്നെ അവനെ അങ്ങനെ എപ്പോഴും ഞാൻ ലീഷിനിടാറില്ല. കാരണം അവൻ ഇച്ചിരി കുഞ്ഞായതുകൊണ്ടും അവനങ്ങനെ ഓടിപ്പോവുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നതുകൊണ്ട് അവൻ എപ്പോഴും ഞാൻ അങ്ങനെ ലീഷിലിടാറില്ല. ഈ ഒരു സ്പേസിലൊക്കെ ഞാൻ എപ്പോഴും അവനെ ഓഫ് ലീഷ് ഇടും. പക്ഷേ ഇതുപോലെ ഞാനോ അല്ലെങ്കിൽ ചേട്ടനോ ആരെങ്കിലും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മാത്രമേ അവനെ ഓഫ് ലീഷ് ഇടുള്ളൂ. അല്ലെങ്കിലൊന്നും അവനെ ഓഫ് ലീഷ് ഇടത്തില്ല. കാരണം അവൻ ചിലപ്പോൾ ഓടിപ്പോകും. ഇപ്പം തന്നെ കണ്ടില്ലേ, അവന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. പിന്നെ റോട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ അവന് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവൻ്റെ കൂടെ തന്നെ നിൽക്കണം. അപ്പോൾ ആരോ ബേബീൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ഡൈസണും കൊണ്ടിട്ടാണ് വരിക. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ഡൈസൺ വെച്ച് വീട് ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ ചൂലെടുത്ത് അടിച്ചു വാരാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ട്രാവൽ ചെയ്യുമ്പം കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റും കൂടിയാണ് ഡൈസൺ. കൊച്ചിയിലേക്കാണെങ്കിലും കാലിക്കറ്റിലേക്കാണെങ്കിലും, അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കാണെങ്കിലും അജയുടെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിലും ഒക്കെ ഞാൻ ഡൈസണും കൂടെ കൊണ്ടുവരും. അപ്പോൾ വീടെല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു 20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഡൈസൺ വെച്ച് വാക്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. ഡൈസൺ ഉള്ളതുകൊണ്ട് എൻ്റെ പണികളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തീരും. എനിക്കങ്ങനെ ക്ലീനിങ് ഒന്നും വലിയൊരു ജോലിയായിട്ട് എനിക്ക് തോന്നാറേ ഇല്ല. ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡി ഇതേ മീൻ മേടിച്ചിട്ടുണ്ട്. ഇതിന് ഞങ്ങളിവിടെ സൂത എന്നാണ് പറയുക. പല നാട്ടിലേക്കും പല പേരാണ്. ഒരു കഷ്ണം മീനാണ് ഇത്.
തുളസി ചെടി വളർത്തുന്ന മാതിരി മമ്മിക്ക് കുറേ മുളക് ചെടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് നല്ല നാടൻ എരിവുള്ള മുളകാണ്. കാന്താരി പോലെയുള്ള മുളകൊന്നല്ല, പക്ഷേ നല്ല എരിവുള്ള മുളകാണ്. അപ്പം ഞാൻ ഇതും പിന്നെ കുരുമുളകും കൂടെ പൊടിച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഉപ്പും മഞ്ഞളും മുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മീൻ മാരിനേറ്റ് ചെയ്യുന്നത്. വീട്ടിലെപ്പോഴും മീൻ പൊരിക്കുക, ചിക്കൻ പൊരിക്കുക, ഈ പണികളൊക്കെ ഞാനാണ് ചെയ്യുക. പക്ഷേ കറി വെക്കുന്നൊന്നും ഞാൻ ചെയ്യത്തില്ല. അത് ഡാഡിയോ മമ്മിയോ ആരെങ്കിലേക്കും കറി വെക്കുക. പക്ഷേ എപ്പോഴും മീൻ പൊരിക്കുകയാണെങ്കിലും ചിക്കൻ പൊരിക്കുകയാണെങ്കിലും അത് ഞാനേ ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് മാരിനേറ്റ് ചെയ്ത് ഇത് പൊരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചിക്കൻ കറി വെക്കാൻ അറിയുന്ന മാതിരി മീൻ കറി വെക്കാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുമില്ല. അതേപോലെ തന്നെ മീൻ മുറിക്കാനും എനിക്കറിയത്തില്ല. അപ്പം മീൻ കറി വെക്കലും മീൻ മുറിക്കലും ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഡാഡിയോ മമ്മിയാണ് ചെയ്തു തരിക. പക്ഷേ മീൻ ഞാൻ നല്ല അടിപൊളിയായിട്ട് പൊരിക്കും. അപ്പം ഞാനിതാ റെഡി ആയിട്ട് ഇവിടെ ആരതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനത് ഇവിടെ വീട്ടിൽ പുറത്ത് വന്നിരുന്നതാണ്. അപ്പോൾ ആരതി വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അമൃതയുടെ ഓഫീസിൽ പോവാൻ. എന്നിട്ട് അവളെയും പിക്ക് ചെയ്ത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കും. പിന്നെ കുറച്ച് നേരം അവരായിട്ട് ചില്ല് ചെയ്തിരിക്കും. അതിങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അവരെ മീറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഈ ഭയങ്കര സൗണ്ട്, എൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ സ്കൂളുണ്ട്. അപ്പോൾ അവിടുന്ന് പിള്ളേരുടെയാണ് ഈ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടോ. അപ്പൊ രാവിലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ സൗണ്ട് വരത്തില്ല. കാരണം സ്കൂള് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ഗവൺമെന്റ് സ്കൂളാണ്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ആരതി വരട്ടെ. അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവള് വന്നിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്യും. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകും. ഇതാണ് എന്റെ ഫ്രണ്ട് ആരതി. ആരതി ഒരു ഹായ് പറയൂ. ആരതി വണ്ടി ഓടിക്കുകയാണ്. അതുകൊണ്ടാണ് ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ആള് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ്. അതെ, ജഗതി കഴിഞ്ഞ് പിന്നെ ആരതി ഉള്ളു. അപ്പൊ ആരതി എന്നെ പിക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് അമൃതേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആള് ആക്ച്വലി ഓഫീസിലാണ്. ഇനി അവളെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ലഞ്ച് എന്തെങ്കിലും കഴിക്കാൻ. പിന്നെ ആരതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരതി എന്റെ സ്കൂൾ ഫ്രണ്ട് ആണ്. പക്ഷെ സെയിം ക്ലാസ്സിലല്ല. പക്ഷെ നീ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? ഞാൻ മറന്നു. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് പഠിച്ചത്. പക്ഷെ ഇപ്പൊ അത് ആസ്പദമായിട്ടാണ് താങ്കൾ ജോലി ചെയ്യുന്നത്. സെയിം കമ്പനി ട്രാൻസ്ഫർ ആയത്. ഓ, അപ്പൊ നീ ആദ്യം ബഹ്റിനിലായിരുന്നു, എന്നിട്ട് പിന്നെ ഇപ്പൊ ദുബായിലേക്ക് മാറിയതാണ്. ആള് ദുബായിലാണ്, ഇപ്പം ലീവിന് വന്നാണ്. നീ എന്നാ തിരിച്ചു പോകുന്നത്? നാട്ടിലാണോ പോകുന്നേ? എന്നാ തിരിച്ചു പോകുന്നേ? തിരിച്ച് ഞാൻ സൺഡേ പോകും. സൺഡേ പോകും. അപ്പൊ പെട്ടെന്നുള്ള ഒരു മീറ്റിങ്ങും കാര്യമൊക്കെ ആയിരുന്നു. ഇനി നേരെ ഇപ്പൊ വണ്ടി ഓടിച്ച് നേരെ ഇനിയിപ്പൊ അമൃതേനെ പോയി പിക്ക് ചെയ്യണം. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് എന്റെ ഫ്രണ്ട് അമൃത. ഇവള് വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഇതേ പാരഗണിലാണ് വന്ന. അവിടെ നിക്ക്, നിന്നെ ഒന്ന് കാണിക്കട്ടെ. ആള് ഭയങ്കര നെർവസ് ആണ് കേട്ടോ. കാരണം അവൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. പാരഗണില് അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് ആരതിയാണ് പറഞ്ഞത് തൊട്ടടുത്തൊരു സർബത്ത് കടയുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് സർബത്ത് കുടിക്കാന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഉച്ച സമയമായി, പിന്നെ പോരാത്തത് ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു സർബത്ത് കട. ഇവിടെ നല്ല മിൽക്ക് സർബത്ത് കിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് മിൽക്ക് സർബത്ത് കുടിക്കുന്നത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഈ പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ഒരു സർബത്തായിട്ട് വന്നപ്പോൾ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവിടുത്തെ നോർമൽ സർബത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ വിശപ്പ് പകുതിയോളം അങ്ങ് എന്താ പറയുക കുറഞ്ഞ മാതിരി എനിക്ക് തോന്നി. പിന്നെ അതുമല്ല ഭയങ്കര ഒരു റിഫ്രഷിങ്ങും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ കാത്തു നിന്ന് ഫൈനലി ഞങ്ങൾക്ക് ഇതേ പാരഗണിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് അമ്മയെ എൻ്റെ അടുത്ത് കുറച്ചൊന്ന് സംസാരിച്ച് തുടങ്ങിയത്. കാരണം കാറിൽ വരുന്ന സമയത്ത് അവൾ അത്ര അങ്ങ് ആക്റ്റീവായിട്ടില്ലായിരുന്നു. കാരണം മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് അവൾക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അവൾ കിടക്കുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ആളൊന്ന് എൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് അവളൊന്ന് ഓക്കെ ആയത്. പാരഗണിൽ വരുന്ന സമയത്ത് എപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ളത്. കാരണം എന്ത് ഓർഡർ ചെയ്താലും ഇവിടെ ഭയങ്കര ടേസ്റ്റാണ്. അമ്മയെക്കുട്ടിക്ക് ചിക്കൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പം അവൾക്ക് ചിക്കൻ നൂഡിൽസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ആരതിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആരതി മീൽസും ഞാനും അമൃതയും റോസും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഈ ഫ്രണ്ട്സായിട്ട് പുറത്തു പോവുക, അതേപോലെ ഫ്രണ്ട്സായിട്ട് ഫുഡ് കഴിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ സ്കൂളിൽ തൊട്ട് പഠിച്ച ഫ്രണ്ട്സ് ആകുമ്പോൾ ഭയങ്കര ഇതാണ്. എനിക്ക് പാരഗണത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പാരഗണത്തെ ബിരിയാണി ആയതുകൊണ്ട് മാത്രമല്ല, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണീനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ബോയിൽഡ് ചിക്കൻ വരുന്ന ബിരിയാണിയാണ്. അതായത് നമ്മുടെ മലബാറീസ് ബിരിയാണിയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. എപ്പോൾ പാരഗണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ബിരിയാണി കഴിക്കുന്നതാണ്. നമ്മളെപ്പോൾ ഔട്ടിങ്ങിന് പോവുകയാണെങ്കിലും അതിൻ്റെ അകത്തുള്ളൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്
നമ്മൾ ഒന്നിച്ചിരുന്ന് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കല്ലുമ്മക്കായ ബിരിയാണി. ഭയങ്കര യമ്മി ആയിരുന്നു കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു റൈസ്. ഞാൻ പാരഗണിൻ്റെ ബിരിയാണീനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ബിരിയാണീൻ്റെ കൂടെ അങ്ങനെ പപ്പടം കഴിക്കാറില്ല കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കോമ്പിനേഷനാണ് ബിരിയാണിയും പപ്പടും. പിന്നെ കല്ലുമ്മക്കായ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ചോറും കൂടെ കഴിക്കാൻ ഒരു കൊതി വന്നു. അപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോറും കൂടെ മേടിച്ചു, എന്നിട്ട് കല്ലുമ്മക്കായ കൂട്ടിയിട്ട് കഴിച്ചു. ഞാൻ കോഴിക്കോട് വരുന്ന സമയത്ത് എപ്പോഴും കല്ലുമ്മക്കായ കഴിക്കും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് കടുക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അമൃതയുടെ ഓഫീസിൽ വന്നതാണ്. ഈ കാണുന്നതല്ല കേട്ടോ അമൃതയുടെ ഓഫീസ്, അവളുടെ ഓഫീസിൻ്റെ ടെറസിലാണ് നമ്മൾ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരൂഹ എന്ന് പറഞ്ഞൊരു ട്രാവൽ കമ്പനിയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഹാഫ് ഡേ ലീവ് എടുക്കുകയല്ലേ ചെയ്തത്, ജസ്റ്റ് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മുടെ കൂടെ പുറത്ത് വന്നതാണ്. അവൾക്ക് കുറച്ച് പെൻഡിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഓഫീസിലേക്ക് വന്നതാണ്. അപ്പോൾ അവൾ അവിടെ താഴെ ഇരുന്ന് വർക്ക് ചെയ്യാണ്. ഞാനും ആരതിയും റോസും ഇവിടെ ടെറസിൽ വന്നതാണ്. അമ്മയെക്കുട്ടിക്ക് ഒരു ചെറിയ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റീൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് വന്നതാണ്. കാലിക്കറ്റ് എനിക്കുള്ള ഏക 2 ഫ്രണ്ട്സ് കാലിക്കറ്റ് എനിക്ക് ആകെക്കൂടെയുള്ള 2 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അമൃതയും ആരതയാണ്. നമ്മൾ ആക്ച്വലി സ്കൂൾ മേറ്റ്സ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ്. ഇവിടെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, ഇവിടെ അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു. ഇവിടെ ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പൊ വേറെയും കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ കാലിക്കറ്റ് അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഗേൾസ് ഔട്ടിങ് പ്ലാൻ ചെയ്യാനാണെങ്കിലും ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ മീറ്റ് ചെയ്യാനാണെങ്കിലും എനിക്ക് ഇവര് 2 പേരേ ഉള്ളൂ. ഇവള് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ കുറച്ച് ഷൈ ആണ്, പിന്നെ കുറച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ ആരതി ഇങ്ങനെയല്ല, ആരതിക്ക് ഫോണിന്ന് കൈ കിട്ടിയിട്ട് ക്യാമറ ഓണാക്കിയാൽ മതി, എങ്ങനെ വേണമെങ്കിലും ആരതി പോസ്റ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. ആരതിക്ക് അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ടെൻഷൻ ആവണ്ട, ഇപ്പൊ തന്നെ തീർക്കും. ഞാൻ പറഞ്ഞ അമൃതയുടെ അടുത്ത് ജസ്റ്റ് എനിക്ക് ഒരു വീഡിയോ എടുക്കണം നീ വാങ്ങണം. അപ്പൊ തന്നെ അവളിങ്ങനെ ഭയങ്കര കോൺഷ്യസ് വേണ്ടി വേണ്ട, എന്റെ വീഡിയോ ഒന്നും എടുക്കണ്ട, എന്റെ വീഡിയോ ഒന്നും എടുക്കണ്ട. നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എന്റെ 2 ഫ്രണ്ട്സ് ആണെങ്കിൽ 2 പേരും കല്യാണം കഴിച്ച് 2 പിള്ളേരൊക്കെ ഉണ്ട് അല്ലേ? 2 പിള്ളേരല്ല, 1 പിള്ളേരുണ്ട്. 2 പിള്ളേരുണ്ട്. റോസാണ് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. റോസ് ആക്ച്വലി ആരതിയുടെ ഫ്രണ്ടാണ്. അമൃതയുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അവളുടെ ഓഫീസിൽ നിന്ന് നേരെ പോയത് ഗോകുലം മോളിലേക്കാണ്. കുറച്ച് നേരം ഗോകുലം മോളിൽ ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ആരതിയുടെ ഒരു ഫ്രണ്ടിനെ അവൾക്ക് മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മോളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ഇപ്പോൾ ഫുഡ് കോർട്ടിൽ വന്നാണ്. ഹെവി ആയിട്ട് ലഞ്ച് കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ വിശക്കുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ഒരു ഷേക്ക് മാത്രമാണ് ഇപ്പോൾ ഓർഡർ ചെയ്തത്. കുറച്ച് നേരം ഫുഡ് കോർട്ടിൽ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാൻ വന്നതാണ്. നൈക്കയുടെ ഷോറൂമിൽ കയറിയിട്ട് 1-2 പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കി. പിന്നെ അമ്മയെക്കുട്ടിക്ക് കുറച്ച് ആക്സസറീസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കുട്ടി ഷോപ്പിംഗ് ആയിരുന്നു. അങ്ങനെ കുറേ സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് വളരെ ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് നേരത്തെ തന്നെ വീട്ടിലെത്തണം, കാരണം അമൃതയ്ക്കും ഒരു മോനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾക്ക് നേരത്തെ വീട്ടിലെത്തണം. തിരിച്ചു പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ മോളിൻ്റെ അകത്തായതുകൊണ്ട് പുറത്ത് അത്രയും മഴ പെയ്തതൊന്നും അറിഞ്ഞില്ല. അത്യാവശ്യം നല്ലതുപോലെ റോട്ടിൽ വെള്ളമെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നല്ല ട്രാഫിക്കും ആയിരുന്നു. എൻ്റെയും അമൃതയുടെയും ആരതിയുടെയും ഒക്കെ വീട് വരുന്നത് സെയിം റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നെ പിക്ക് ചെയ്യാനാണെങ്കിലും ഡ്രോപ്പ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഫസ്റ്റ് എൻ്റെ വീടാണ് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ആരതിയുടെയും അമൃതയുടെയും വീട് വരുന്നത്. ബൈ ബൈ, ടാറ്റാ. ഞാനിത് തിരിച്ച് വീട്ടിലെത്തി ഫ്രഷായി. ഇപ്പം ഞാൻ കാലിക്കറ്റ് വരുവാണെങ്കിലും എനിക്ക് എപ്പോഴും അവരെ മീറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, കാരണം ചിലപ്പോൾ ഞാൻ ബിസി ആയിരിക്കും, ചിലപ്പോൾ അവർ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ആരതി ഇതുപോലെ ദുബായിലായിരിക്കും, അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാവരെയും മീറ്റ് ചെയ്തു, കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ച് ശരിക്കും ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.